മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും എല്ലാമായിരുന്ന എ.കെ. ആൻ്റണി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയ ഉപദേശം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ആൻ്റണി പറയുകയാണ്, നിങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിങ്ങൾ സീറ്റിന് വേണ്ടി ആരും കടിപിടി കൂടരുത്. സീറ്റ് കിട്ടാത്തവർക്ക് നമ്മുടെ സർക്കാർ വന്നാൽ വേറെ സ്ഥാനങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് ആൻ്റണിയുടെ ഉപദേശം. ഇങ്ങനെയുള്ളൊരു കോൺഗ്രസ്സിന് ഭരണം നൽകണോ വേണ്ടേ എന്നത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ അതല്ല പ്രധാന വിഷയം എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബംഗാൾ, അസം, തമിഴ്നാട് എന്നീ പ്രധാന സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. പക്ഷേ കോൺഗ്രസ്സുകാരുടെ AICC ജനറൽ സെക്രട്ടറി മുതൽ ഇവിടെ മുഴുവൻ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും നിലപാട് കണ്ടാൽ തോന്നുക കേരളത്തിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതെന്നാണ്. കോൺഗ്രസിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇവിടെ പല നാടകങ്ങളും പല ജാഥകളും കോൺഗ്രസിൻ്റെ എല്ലാ സന്നാഹങ്ങളും കേരളത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണ്? നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടിൽ DMK നയിക്കുന്ന മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് കോൺഗ്രസ്. അവർ എന്താണ് ചെയ്യുന്നത്? BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തമിഴ്നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം സംരക്ഷിക്കാനായി ശക്തമായ നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് DMK. അവരുടെ നേതൃത്വത്തിൽ നയിക്കുന്ന മുന്നണിയെ അനുദിനം ദുർബലപ്പെടുത്തുന്ന പ്രവൃത്തിയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ MP മാണിക്യം ഠാക്കൂർ, വേറെ പ്രമുഖ നേതാവായ പ്രവീൺ ചക്രവർത്തി എന്നിവർ DMK കടന്നാക്രമിക്കുകയാണ്. പണ്ട് നടന്ന സംഭവങ്ങളുടെ പേരിലും കോൺഗ്രസിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് DMK ആണ്. അടുത്ത സർക്കാർ വന്നാൽ കോൺഗ്രസിന് മന്ത്രിസഭയിൽ അംഗത്വം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിരന്തരം കോലാഹലം സൃഷ്ടിക്കുകയാണ്. DMK നേതാക്കൾ ഇതിന് മറുപടി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാനോ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ നിലയ്ക്കിർത്താനോ ഒന്നും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സമയമില്ല. അവർ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് അസമിലെ അവസ്ഥ. അസമിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനമായിരുന്നു. ഇപ്പോഴത്തെ അസമിൻ്റെ മുഖ്യമന്ത്രി BJPയുടെ വളരെ പ്രമുഖനായ നേതാവായി മാറിയ ഹിമാന്ത ബിശ്വ ശർമ അവിടുത്തെ കോൺഗ്രസ് സർക്കാരിലെ മന്ത്രിയായിരുന്നു. അന്നത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയുമായി ബിശ്വ ശർമയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂപം കൊള്ളുകയും ഇതേ തുടർന്ന് BJP അദ്ദേഹത്തെ ചാക്കിട്ട് പിടിച്ച് അവരുടെ പാർട്ടിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ രാജ്യത്തെ പ്രധാന BJP മുഖ്യമന്ത്രിമാരിൽ ഒരാളായി ശർമ മാറുകയും ചെയ്തു. സംഘപരിവാറിൻ്റെ വർഗീയ ധ്രുവീകരണ തന്ത്രം ഏറ്റവും കടുത്ത രീതിയിൽ പ്രയോഗിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളായി പഴയ കോൺഗ്രസ്സുകാരനായ ബിശ്വ ശർമ മാറുകയും ചെയ്തു. അവിടെ നിന്നും കടന്നു ഇപ്പോൾ വരുന്ന വാർത്ത എന്താണ്? അസമിലെ മുൻ BCC പ്രസിഡന്റ് ബോറ ഹുബെ അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ പോവുകയാണ്. അത് 22 ആദ്യമേ ബോറ കോൺഗ്രസ് വിട്ടതായി വാർത്ത വന്നു. പിന്നെ ദേശീയ നേതാക്കൾ ആരോ പറഞ്ഞ് അതില്ല, പുള്ളി പോകുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ 22-ാം തീയതി അദ്ദേഹം BJPയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ വാർത്തകളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെയും ഇന്ത്യ കൂട്ടായ്മ ശക്തമാണ്. BJPയുടെ ദുർഭരണത്തിനെതിരെ വളരെ അമർഷമുള്ളൊരു സംസ്ഥാനമാണ് അസം. ഈ കോൺഗ്രസ് നേതാക്കളെ ഒന്നുചേർത്താനോ ഇന്ത്യ കൂട്ടായ്മയിലെ മറ്റ് കക്ഷികളുമായി ചേർന്ന് BJPക്കെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ നില പടുത്തുയർത്താനോ ദേശീയ നേതൃത്വം ഇടപെടുന്നില്ല. ബംഗാളിലെ അവസ്ഥ, ബംഗാളിലെ PCC പ്രസിഡൻ്റായിരുന്ന അധീർ രഞ്ജൻ ചൗധരി രാജിവെച്ച് പകരം ഒരാൾക്ക് ചുമതല കൊടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് അവിടെ കോൺഗ്രസ് ദുർബലമാണ്, 1-2 ജില്ലകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ആ ജില്ലകൾ കോൺഗ്രസിൻ്റെ മൊത്തത്തിൽ തന്നെ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടിയുടെ സാന്നിധ്യം, അവരുടെ നിലപാട് പ്രധാനമാണല്ലോ. സംഘടനാപരമായ ശക്തി മാത്രമല്ലല്ലോ പ്രധാനം. അപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിൽ മാത്രം ഇവർ കേന്ദ്രീകരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റുകളുടെ എണ്ണം കൂട്ടാനായെങ്കിൽ അത് കഴിഞ്ഞ് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാണ്. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, ഡൽഹി ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇതിൻ്റെ കാരണം പരിശോധിക്കാനോ ആ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനോ നടപടിയൊന്നും സ്വീകരിക്കാതെ കേരളത്തിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പെന്ന രീതിയിൽ അവരുടെ മുഴുവൻ ശ്രദ്ധയും അവർ കേരളത്തിൽ മത്സരിക്കുകയോ അവർ അതിനുള്ള സന്നാഹം ഒരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യപരമായ അവരുടെ അവകാശമാണ്. പക്ഷേ കോൺഗ്രസ് പോലൊരു പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സംഘടനാ പ്രവർത്തനത്തെയും അവിടുത്തെ രാഷ്ട്രീയ പ്രസക്തിയെയും എല്ലാം പൂർണ്ണമായി അവഗണിച്ചു. കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കം കേരളത്തിൽ വന്ന് ഇത്തരം നാടകങ്ങളുമായി നാളുകൾ തള്ളി നീക്കുന്നത് രാജ്യത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം അവരുടെ ആ ദേശീയ സാന്നിധ്യം പോലും അപ്രസക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയുടെ ഭാവി തന്നെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് രൂപം കൊള്ളുകയാണ്. ഇന്ത്യ കൂട്ടായ്മ രൂപം കൊണ്ടപ്പോൾ തന്നെ അതിന് മുൻകൈ എടുത്ത പാർട്ടികൾ അവരുടെ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കോൺഗ്രസ്
ദേശീയ നേതൃത്വം പെരുമാറിയത്. അതിൻ്റെ ഫലമായി ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ മുൻകൈയെടുത്ത നിതീഷ് കുമാർ തന്നെ വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ സംസ്ഥാനത്തും BJPയെ ചെറുക്കാനും BJPയെ പരാജയപ്പെടുത്താനും സാധ്യതയുള്ള പാർട്ടികളെ ഒന്നിച്ചു ചേർത്തേണ്ടതാണ് അടിയന്തര സാഹചര്യം നിലവിലുണ്ട്. അതിനുള്ള എല്ലാ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും BJP ഭരണത്തിൻ്റെ നിലവിലുണ്ട്. ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാകാതെ ഓരോ സംസ്ഥാനത്തും സങ്കുചിത അജണ്ടയുമായി ബീഹാർ തിരഞ്ഞെടുപ്പിൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. ബീഹാറിലെ RJD നയിക്കുന്ന മുന്നണി ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഇടപെടലൊന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം നടത്തിയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അസമിൽ അവിടുത്തെ BJP വിരുദ്ധ കക്ഷികളെ ഒന്നിച്ചു ചേർത്താൻ ശ്രമിക്കുന്നില്ല. തമിഴ്നാട്ടിൽ DMK മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്തരം നിലപാടിൽ നിന്നും കോൺഗ്രസ് അടിയന്തരമായി പിന്മാറുകയും ദേശീയ തലത്തിൽ BJP വിരുദ്ധ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നയപരിപാടിയുമായും രംഗത്ത് വരികയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല.